അതേപോലെ തന്നെ ഈ ഗൾഫിലേക്ക് വരുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് കുടുങ്ങിയിട്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആളെ കാണാൻ പറ്റുമോ, കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? ഒരൊറ്റ മെസ്സേജ് ഉള്ളൂ കേട്ടോ, ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ സിനിമയെ കണ്ട ഹീറോ ഒന്നും ഇവിടെ അല്ല, ഇവിടെ ഇല്ല. നിങ്ങൾ സിനിമയെ കണ്ട് ഇത് വലിക്കുന്നതും മറ്റേ കഞ്ചാവ് പിടിക്കുന്നതും കള്ള് കുടിക്കുന്നതും പുക വലിക്കുന്നതുമായിട്ടുള്ള ഒരു കൾച്ചർ ഇല്ലാത്തൊരു രാജ്യമാണിത്. മനസ്സിലാക്കിക്കോ. ഇവിടെ ചോര നീര് ആക്കി വിയർപ്പ് നാക്കിൻ്റെ തുമ്പത്ത് തട്ടി അതിലൂടെ ചോറ് കഴിച്ചിട്ട് തൈരും കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന പ്രവാസികളുള്ള നാടാണ്. എൻ്റെ നിങ്ങളുടെയൊക്കെ ഉപ്പമാരൊക്കെ വിയർപ്പ് തന്നെയായിരുന്നു അവരുടെ ഉപ്പ്. കഞ്ഞിക്കും അല്ലെങ്കിൽ തൈരിൻ്റെയും കൂടെ വിയർപ്പ് കൂട്ടി കഴിച്ചിട്ട് ഉണ്ടാക്കിയവരാണ് നമ്മളൊക്കെ. ആ നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ ജനറേഷൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എക്സ്പെക്റ്റേഷൻ ദുബായ് ആണല്ലോ. കാണും ദുബായുടെ കളറും ദുബായുടെ ആ ഓളവും ഒക്കെ നിങ്ങൾ പല രീതിയിലും നമ്മളുടെ സ്ക്രീനിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ സ്ക്രീനിൽ കണ്ടത് മാത്രമാണ് ദുബായ് എന്ന് കരുതിയിട്ട് ഇവിടെ വരരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ദുബായാണ്, ഇവിടെ എല്ലാം കിട്ടും, എല്ലാത്തിനും ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സംവിധാനമുണ്ട്, ഇവിടെ സേഫാണ്, ഇവിടെ ഫുൾ പ്രൂഫായിട്ട് നമുക്ക് പലതും ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ എൻ്റെ പൊന്നു മക്കളെ, ദിസ് ഈസ് എ പീസ് ഓഫ് അഡ്വൈസ്. ഞാൻ ഒരു കാര്യത്തിലും അഡ്വൈസ് ചെയ്യില്ല എന്ന് പറയുന്ന ആളാണ്, പക്ഷേ ഇതിൽ ഞാൻ പറയും, ദിസ് ഈസ് നോട്ട് യുവർ ലാൻഡ്. ഇവിടെ വരരുത്. ഇവിടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ വണ്ടി കയറരുത്. ഫ്ലൈറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ സ്വപ്നം കാണാൻ ഫ്ലൈറ്റ് എടുത്തോ. സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ വാ. സ്വപ്നങ്ങൾ നടത്തി തരാൻ ഇവിടെ ഭരണാധികാരികളുണ്ട്. സ്വപ്നങ്ങൾ നേടിയെടുത്ത് തരാൻ ഇവിടെ കച്ചവടക്കാരുണ്ട്. സ്വപ്നങ്ങൾ നേടിയെടുത്ത് ജീവിതം സക്സസ്ഫുൾ ആയിട്ടുള്ള പല മനുഷ്യരെയും നമുക്ക് കാണാം. ദൂരെ എങ്ങും പോണ്ട, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള പല 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 പ്രവാസികളെയും ഇവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ നാട്ടിൽ 2-3 നില വീടും വലിയ കാറും വലിയ ബംഗ്ലാവും ഒക്കെ ആയിട്ട് നടക്കുന്ന വലിയ പ്രവാസികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവർ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിൽ വന്ന് സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ജോലിക്ക് എന്ന് പറഞ്ഞ് വന്ന് അല്ലെങ്കിൽ വിസിറ്റിൽ ഇവിടെ വന്ന് ഇത്തരം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചു പോകാൻ പറ്റൂല. ഉള്ള കാര്യം പറയാം, കോൺസിക്വൻസ് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പുറം ലോകം കാണില്ല. ഇത് കൺട്രി ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കളിയൊന്നും ഇവിടെ കളിക്കാൻ പറ്റില്ല. നാട്ടിൽ ചിലപ്പോൾ ഊരിപ്പോവായിരിക്കും, ഇവിടെ അങ്ങനെ ഊരിപ്പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന സുഹൃത്തുക്കൾ കരിയർ ബിൽഡ് ചെയ്യാനാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ വന്നാൽ സാധ്യതയുണ്ട്. അല്ലാതെ സ്വന്തം ജീവിതം നശിപ്പിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഇവിടെ സ്പേസ് ഇല്ല. ഇവിടുത്തെ സിസ്റ്റം അത് അനുവദിക്കില്ലെന്നേ. അതുകൊണ്ട് ക്ലീനായിട്ട് സേഫായിട്ട് സക്സസ്ഫുള്ളായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ കൺട്രി എല്ലാ വാതിലും തുറന്നു തരും. അല്ലാത്ത പക്ഷം ദിസ് ഈസ് നോട്ട് യുവർ കൺട്രി.